നമസ്കാരം, ഞാൻ ആസർ പൊന്നാട്. ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു പുതിയ അതിഥിയെ കിട്ടിയിട്ടുണ്ട്. റഫീഖ് ചെറുശ്ശേരി. ചെറുശ്ശേരി സൈദ് മുസ്ലിയാരുടെ ബാക്കിയാണ് അല്ലേ? ഫാമിലി തന്നെ. പുള്ളി ഞാൻ സത്യത്തിൽ ഇപ്പോഴാണ് കേൾക്കുന്നത്. ഇങ്ങനെ പോയി ഞാൻ സൈക്കോളജിസ്റ്റുള്ള പല ഇത് കാണലുണ്ട്. EFT അല്ലേ, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നുള്ളത്. അത് ശരി. വലിയ പ്രശ്നം. അപ്പൊ നമ്മളൊക്കെ അനുഭവിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ സമ്മർദ്ദമാണല്ലോ. ജോലിയുടേതുണ്ടാവും, മറ്റുള്ളതുണ്ടാവും, പിന്നെ അസൂയ കൊണ്ടുണ്ടാവാം. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകിച്ച് ഒരാൾ നന്നായി കണ്ടാൽ തന്നെ മറ്റൊരു ഭയങ്കര ടെൻഷനാണ് അല്ലേ? അപ്പോൾ ഞാൻ ഈ തമാശ പറയും, ഈ സൈക്കോളജി, എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറുണ്ട്, പുള്ളി സൈക്കോളജി ഡിഗ്രി ഒന്നുമില്ല. അങ്ങനെ ഒരു പയ്യൻ്റെ ഒരു കേസ് വന്നപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്തേക്ക് വിട്ടു. ആളുകൾ പറഞ്ഞാലറിയാം, ഞാൻ പറയുന്നില്ല. അങ്ങനെ പുള്ളിയുടെ അടുത്തേക്ക് വിട്ടു. അങ്ങനെ പുള്ളി എടുത്ത് വിട്ടു. പുള്ളി രോഗമൊക്കെ കൃത്യമായി കണ്ടു, മനസ്സിലാക്കി, അതിൻ്റെ പരിഹാരമൊക്കെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഈ വന്ന ആൾ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, നാസർക്ക് ഗംഭീരമാണ് നിങ്ങൾ പറഞ്ഞയച്ചാൽ. അപ്പോൾ എനിക്ക് ഇയാൾ അത്ര ഗംഭീരമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇയാളെ വിളിച്ചു ചോദിച്ചു, അല്ല ഡോക്ടർ, നിങ്ങളിപ്പോൾ എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു? അത് നാസർക്ക് ഞാൻ എൻ്റെ ലക്ഷണങ്ങളൊക്കെ പുള്ളിനോടാണ് പറഞ്ഞു. അപ്പോൾ അത് ഒത്തു വന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ചില ആളുകളൊക്കെ ഉണ്ട്, നമ്മൾ ചില സീരിയസ് ആയിട്ട് എടുക്കേണ്ടെന്ന് എഴുതിയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക EFT? അപ്പോൾ ഞാൻ നിങ്ങളുടെ വീഡിയോ കണ്ടു, കുറേ ആളുകൾ രോഗം മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ സംഭവം ഉണ്ടാവോ? തീർച്ചയായിട്ടും. ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് എന്നാണല്ലോ EFTയുടെ ഫുൾ ഫോം പറഞ്ഞത്. ബേസിക്കലി നമ്മളുടെ എല്ലാ രോഗങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത് മനഃശാസ്ത്രപരമാണ്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന, നേരത്തെ പറഞ്ഞല്ലോ ആസർക്ക് പറഞ്ഞ അസൂയ, ടെൻഷൻ, ചെറുപ്പം മുതൽ അനുഭവിച്ച പാരന്റിങ്ങിൽ നിന്ന പ്രശ്നങ്ങൾ, അതുപോലെ എന്താണ് ഫാമിലിയിൽ മറ്റു ഇഷ്യൂസ്, മരണം, അതുപോലെ എന്താണ് സെപ്പറേഷൻ സംഭവിക്കുന്നത്, ഇങ്ങനത്തെ പല ഇഷ്യൂസിലൂടെ കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇമോഷണലി വല്ലാതെ സ്ട്രെസ്ഡ് ആകും. ഈ ഇമോഷൻസ് ഇങ്ങനെ ആവർത്തിച്ച് ഉള്ളിൽ ഫീൽ ചെയ്ത് ഇന്റേണലി അത് നമുക്ക് ടോക്സിൻസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഉള്ളിൽ ബയോ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടായിട്ട് നമ്മുടെ സെല്ലുകളിൽ ടോക്സിൻസ് അടിഞ്ഞുകൂടി ബോഡി മൊത്തത്തിൽ എന്ത് ചെയ്യും, അത് അസ്വസ്ഥത, അത് ക്യാരി ചെയ്യുന്നതാണ്. ഈ ബേർഡൻ, ഈ ഭാരമാണ് യഥാർത്ഥത്തിൽ ബോഡി പെയിൻ എന്ന് പറയും. പല ആൾക്കും അറിയാത്തൊരു സത്യമാണ്. ഈ ഭാരമാണ്, അത് കയറി, അത് പല രീതിയിലും വരും. ചില ആളുകൾക്ക് ബാക്ക് പെയിൻ ആയിരിക്കാം, ലെഗ് പെയിൻ ആയിരിക്കും. പല രീതിയിൽ ഈ ഭാരം കൊണ്ട് നടന്ന് അത് വിട്ടുകൊടുക്കാൻ പറ്റും. പലപ്പോഴും ഇത് ഫൊർഗീവ് ചെയ്യാൻ പറ്റാതെ, വിട്ടുകൊടുക്കാൻ പറ്റാതെ ആളുകളുടെ ഉള്ളിൽ ഈ ഒരു ദേഷ്യവും പകയും അസൂയയും കൊണ്ട് നടക്കുമ്പോൾ ഇത് രോഗമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ഇതിന് നമ്മൾ മെഡിക്കലി പറയും സൈക്കോസൊമാറ്റിക് എന്നുള്ളത്. അപ്പൊ നമ്മൾ EFTയിൽ പറയുന്നത് എല്ലാത്തിലും ഒരു മൈൻഡ് ബോഡി കണക്ഷൻ ഉണ്ട്. മനസ്സിൽ നിന്നാണ് ഇതിന്റെ എല്ലാത്തിനും ബേസ് എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ടും ബോഡിയിൽ കൺവേർട്ട് ചെയ്ത് അസുഖമായി മാറുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇമോഷണലി ഒരാൾ ഫ്രീ ആയാൽ, ഉള്ളിൽ ആ ഭാരം, ആ മെമ്മറി ക്ലിയർ ആയി കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന്റെ റൂട്ട് കോസ് ക്ലിയർ ആയി വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാജുവലി പ്രാക്ടീസ് അനുസരിച്ചും ഈ അവബോധം അനുസരിച്ചും മാറ്റങ്ങൾ വന്നു തുടങ്ങും. അങ്ങനെയാണ് ഈ രോഗങ്ങൾക്ക് മാറുന്നത് എന്നുള്ളതാണ്. പക്ഷെ പല ആളുകൾ അത്ഭുതമാണ്. ആക്ച്വലി ഇതിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് പല ഡോക്ടേഴ്സിന് അറിയാൻ പറ്റും. പലപ്പോഴും ചില ഡോക്ടേഴ്സ് അവർ ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട്, എനിക്ക് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, ബോഡി എല്ലാ ചെക്കപ്പും നടത്തി, പക്ഷെ ഒരു കുഴപ്പമില്ല എന്ന് പറയാറുണ്ടല്ലോ. യഥാർത്ഥത്തിൽ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ആണ് ഇതിന്റെ ബേസ് എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ ഞാൻ കുറെ മുമ്പ് എൻ്റെ ഒരു അടുത്ത വീട്ടിലെ ഒരു പയ്യന്, ഇവന് ചെറിയ കുട്ടിയാണ്, ഇവനങ്ങ് പിന്നെ ശ്വാസം മുട്ടിയിട്ട് മരിക്കാന്നൊക്കെ വിചാരിക്കും. അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, മന്ത്രവാദികളെ കാണിച്ചു, എന്ത് കാണിച്ചിട്ട് ഇവന് മാറുന്നില്ല. 2-3 പ്രാവശ്യം കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇതായി. അങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ എടവണ്ണപ്പാറ വാഴക്കാടുള്ള ഡോക്ടറെ കാണിച്ചു. രാത്രി അന്ന് എല്ലാവരുടെ അടുത്തും കാറുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വണ്ടിയിലോട്ട് ഞാനും കൊണ്ടുപോയി ഡോക്ടറെ അടുത്ത് പോയി. അപ്പോൾ ഡോക്ടർ ഞങ്ങളെ സ്വകാര്യമായിട്ട് വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു 2 ആൾ ബാക്കിയുള്ളപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഇത് വളരെ സീരിയസ് ആണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് ഹിസ്റ്റീരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഇപ്പോഴും വിശ്വാസം? അവനോട് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വേദന ഉണ്ടാവും, ചിലപ്പോൾ സ്കൂളിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, പനി വരും. എനിക്കൊരു പുതിയ അറിവാണത്. അങ്ങനെ ഡോക്ടർ ഇവനങ്ങ് പറഞ്ഞു പേടിപ്പിച്ചു, ഇന്ന് നോക്കാം, നമ്മളൊന്ന് അഡ്മിറ്റ് ആവട്ടെ, എന്നിട്ട് നാളെ നമുക്ക് ഇവിടെ കഴുത്തിനൊരു ചെറിയ ഒരു സർജറി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൻ അസുഖം ഉണ്ടായി. ഇപ്പം അബുദാബിയിലുണ്ട് കക്ഷി. അപ്പോൾ എനിക്കന്നൊരു പുതിയ അറിവാണത്. നമ്മുടെ മനസ്സ് നമ്മളെ സാറി പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെ അത് പ്രതിഫലിക്കും എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഊരവേദനയും നടുവേദനയും തലവേദനയും ഒക്കെ ഉണ്ടാവുന്നത് ഇപ്പോൾ ഇവിടെ ഗൾഫിൽ ഇപ്പോൾ നമുക്കൊരു അസുഖമില്ല, കാരണം ഇവിടെ നോക്കാൻ ആളില്ല. നമ്മുടെ നാട്ടിലാണ് ഈ പനി എന്ന് പറയുമ്പോൾ വൈഫ് വരും, മക്കൾ വരും, കഞ്ഞി വെച്ച് വരും. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് പനിയില്ല, തലവേദന ഇല്ല. കാരണം അതൊരു പരിധി വരെ ഇതൊക്കെ എല്ലാം അല്ലേ. ഇത് പറയുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. നാട്ടിൽ നിന്ന് മാറിയിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ ജോലിയിൽ ഫോക്കസ്ഡ് ആണല്ലോ, മറ്റൊന്നുമില്ല. നാട്ടിൽ അങ്ങനെയല്ലല്ലോ. പലയിടത്തും പല വിഷയങ്ങളും ഇടപെട്ട് പല രീതിയിലും എന്ത് ചെയ്യുന്നു,
ഇടപെടേണ്ടി വരുമ്പോൾ പലതിനെ കുറിച്ചും ഓവർ തിങ്ക് ചെയ്ത് ഇവിടെ വിദേശത്ത് വന്നതിന് ശേഷം പ്രവാസ ലോകത്തിൽ മറ്റു ടെൻഷൻസ് ഉണ്ട്, അത് രോഗമായി മാറുന്നുണ്ട്. എങ്കിലും മറ്റു പല കാര്യങ്ങളും അവർ മാറുന്നുണ്ട് യഥാർത്ഥത്തിൽ. അപ്പൊ ഇതിനെന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? ഇതിങ്ങനെ മനസ്സിലാക്കി ഇത് ഇമോഷണലി ഇങ്ങനെ കൺവേർട്ട് ചെയ്തതാണ്, അല്ലാതെ ഇത് അധികം നമ്മളതിന് വെറീഡ് ആവേണ്ട കാര്യമില്ല. ഹിസ്റ്റീരിയ എന്ന് നേരത്തെ പറഞ്ഞ ഇഷ്യൂ തന്നെയാണ്. അത് ശരിക്കും ഫിയർ എന്നുണ്ടാകുന്നത്, പേടിയിൽ നിന്നുണ്ടാകുന്നത്. പേടിയാണ് യഥാർത്ഥത്തിൽ ഒരാളെ പ്രതിരോധ ശേഷി നശിപ്പിക്കുന്നത്. വിക്ക് വരെ ഉണ്ടാവും കുട്ടികൾക്കൊക്കെ. സംസാരിക്കാനുള്ള വിക്കിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഈ സപ്രസ്ഡ് ഇമോഷൻസ് പറയുന്നത്. കുറെ കാലമായിട്ട് ഇങ്ങനെ ഒന്നും തുറന്ന് സംസാരിക്കാതെ അടിച്ചമർത്തി വരുന്ന ആളുകൾക്കാണ് വിക്കിന്റെ സ്വഭാവം. അത് ചിലപ്പോ ആ മെമ്മറി ആക്റ്റീവായിട്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഇത് വരിക. അതുപോലെ ഈ നമ്മുടെ ത്രോട്ടായി ബന്ധപ്പെട്ട തൊണ്ടയെ ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ടോൺസിലൈറ്റിസ്, അതുപോലെ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് എല്ലാ വിഷയങ്ങളുടെയും പിന്നിൽ ഓരോ വിഷയങ്ങൾ എടുക്കുകയാണെങ്കിലും നമ്മൾ അതിന്റെ ഹിസ്റ്ററി നോക്കുമ്പോൾ ഇതേപോലുള്ള ഇമോഷണൽ റീസൺസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ അതിനെ കണ്ടെത്തി ക്ലിയർ ചെയ്യാന്ന് യഥാർത്ഥ സൊല്യൂഷൻ. ഞാൻ അങ്ങനെയാണ് അതിനെ കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ മരുന്നില്ലാത്ത ഈ രോഗങ്ങളൊക്കെ മാറും. ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയാന്ന് വെച്ചാല്, ഞാൻ കുറേ ആയിട്ടൊരു വല്ലാത്തൊരു ഫിസിക്കൽ ഇഷ്യൂ അനുഭവിച്ചിരുന്നു. ഏകദേശം ഒരു 12 വർഷം എന്റെ സ്കൂൾ കാലഘട്ടം, കോളേജൊക്കെ പഠിക്കുന്ന സമയത്താണ് തുടങ്ങുന്നത്. എന്ത് ഭക്ഷണം കഴിച്ചാലും വയറിൽ ഇങ്ങനെ അസ്വസ്ഥത വരും. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ പ്രശ്നമാണെന്ന് തോന്നി. പ്രധാനമായിട്ടും പയറുവർഗ്ഗങ്ങള്, പരിപ്പ് വർഗ്ഗങ്ങള്, കിഴങ്ങ്, അതുപോലെ ചിക്കൻ ഫ്രൈ, പൊരിച്ചത്, ഇതൊക്കെ ഞാൻ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സിനെ കാണിക്കുമ്പോൾ പറയും ഈ ഭക്ഷണം ഒഴിവാക്കണം, അത് ഒഴിവാക്കണം. അങ്ങനെ കുറെ പലതും ഒഴിവാക്കി അവസാനം സ്ട്രെസ് കൂടുക എന്നല്ലാതെ താൽക്കാലിക ഒരു ആശ്വാസം ഉണ്ടെങ്കിലും മാറുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ സംതിങ് വേറെ എന്തൊക്കെ ഉണ്ട്. അങ്ങനെ അന്വേഷണം തുടരുക ചെയ്തത്. അങ്ങനെ ഇത്തരം ഒരു ട്രെയിനിങ് ക്ലാസ്സിൽ എത്തിപ്പെടുകയും അപ്പോൾ ക്ലാസ്സിൽ ഗുരു പറയുന്നത്, നീ കഴിക്കുന്ന ഈ ഭക്ഷണവും നിന്റെ അസുഖമൊന്നും ഒരു ബന്ധമില്ല. അപ്പൊ അതെനിക്ക് ആദ്യത്തെ ഒരു അറിവായിരുന്നു. അപ്പൊ അതുമുതൽ ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങുകയും അവിടെ വെച്ചിട്ട് ഈ ഒരു EFT എന്നുള്ള നമ്മളിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ EFT എന്നുള്ള ഈ ഒരു പ്രാക്ടീസ്, അതായത് നമ്മള് ധ്യാനാത്മകമായിട്ട് ഇപ്പൊ കണ്ണടച്ചുകൊണ്ട് ഉള്ളിലേക്ക് നോക്കി നമ്മുടെ ഉള്ളിലെ ചിന്തകളെയും ഫീലിങ്സിനെയൊക്കെ മനസ്സിലാക്കി പതിയെ നമ്മൾ ആ ഒരു തെറാപ്പിയിലേക്ക് നമ്മുടെ ബോഡിയിലെ കുറച്ച് എനർജി പോയിന്റ്സ് വഴി അത് അക്യുപങ്ചർ പോയിന്റ്സ് എന്ന് പറയും. അത് നമ്മുടെ ഇമോഷൻസായി കണക്റ്റഡ് ആണെന്നുള്ള ബോഡിയിൽ ഓരോ ഏരിയയിലും ഇങ്ങനെ എനർജി പോയിന്റ്സ് ഉണ്ടെന്നും അത് നമ്മളുടെ ഇന്റേണലി കണക്റ്റഡ് ആണെന്നും അതിനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ രോഗം മാറും എന്നാണ് അക്യുപങ്ചറിന്റെ ബേസ്. ഇത് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മുടെ ഈ ഇമോഷൻസിന്റെ സൈക്കോളജിക്കൽ വേർഷൻ എന്ന് പറയും അക്യുപങ്ചർ. ഈ ഇമോഷനെ കണക്ട് MA സൈക്കോളജി. അപ്പോ ഇതിന്റെ റീസൺസ് നമുക്ക് കണ്ടെത്താനും ഈ ടൂൾ ഉപയോഗിക്കാൻ പറ്റും, കണ്ടെത്തി അതിന് ക്ലിയർ ചെയ്യാനും പറ്റും. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എത്ര വർഷമായി ഈ കോഴ്സ് തുടങ്ങിയിട്ട്? ആക്ച്വലി ഞാൻ ഈ ഫീൽഡിൽ 10 വർഷം കഴിഞ്ഞു. 2014 ആദ്യമായിട്ട് പഠിച്ചത്. അതുമുതൽ തന്നെ ഞാൻ സർക്കാർ സർവീസിലായിരുന്നു, ജോലിയുടെ കൂടെ തന്നെ ആയിരുന്നു. 2010 മുതൽ 2022 വരെ ഞാൻ അധ്യാപകനായിരുന്നു. ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ എനിക്ക് വേണ്ടി പേഴ്സണലി എന്റെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, പഠിച്ചെടുത്താണ്. പക്ഷെ എന്റെ ലൈഫിൽ വലിയ റിസൾട്ട് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2014 ഈ ഒരു വയറിന്റെ ഈ ഗ്യാസിന്റെ പ്രശ്നം മാറിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി. കാരണം 12 വർഷമായിട്ട് ഞാൻ ശ്രമിച്ചിട്ട് മാറാത്ത ഈ പ്രശ്നം ഒറ്റ ദിവസം കൊണ്ട് മാറിയപ്പോൾ ഞാൻ ശരിക്കും വണ്ടടിച്ചു പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് ഒരുപാട് ആൾക്കാർക്ക് എത്തിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായപ്പോൾ പിന്നെ ഞാൻ ക്ലാസ്സിൽ പല ആളുകൾക്കും സ്റ്റുഡൻസിനും അങ്ങനെ ആളുകൾക്ക് 2015 മുതൽ ക്ലാസ് എടുത്ത് തുടങ്ങിയതാണ്. അപ്പൊ 2025 നിൽക്കുമ്പോൾ ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 8,000-ഓളം ആളുകൾക്ക് ഈ പഠിപ്പിക്കാൻ കഴിഞ്ഞു, എത്തിക്കാൻ പറ്റിയത്. ഈ പ്രധാനമായിട്ട് ഈ 3 വർഷത്തിനുള്ള വലിയൊരു മാറ്റം ഉണ്ടായത്. എല്ലാ മാസവും ബാച്ചുകളും 100-ലധികം ആളുകൾ, ഓരോ ബാച്ചിൽ 100-ലധികം ആളുകൾ പങ്കെടുക്കും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് UAE എത്തിപ്പെട്ടത് ഇവിടെ നിങ്ങൾ അതിന്റെ ഒരു സാധ്യതയും പുതിയ തുടങ്ങാനുള്ള പരിപാടി. അതെ, അതായത് എന്റെ ഒരു 2014-15 ഇത് പഠിച്ചപ്പോൾ തന്നെ എന്റെ ഒരു ആഗ്രഹം, ഒരുപാട് ആൾക്കാർ അറിവില്ലാത്തത് കൊണ്ട് കഷ്ടപ്പെടുകയാണ്. കാരണം മെഡിസിൻ കഴിച്ച് ജീവിതം എന്നത് അസുഖം മാറുന്നില്ല, സാമ്പത്തികമായിട്ട് തകരുന്നു. ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ അവസ്ഥയിൽ പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, ആളുകളും സഹായിക്കണം, ഇതിനെക്കുറിച്ചൊരു അവബോധം ഉണ്ടാവണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. പക്ഷെ അത് നാട്ടിൽ കുറച്ച് ആളുകൾ മാത്രം ഒതുങ്ങിയുന്നതുകൊണ്ട് കാര്യമില്ല, ഒരുപാട് ആൾക്ക് എത്താത്തതുകൊണ്ടുള്ള ഈ മെസ്സേജ് നമുക്ക് ജനങ്ങളുടെ എത്തിക്കണല്ലോ, അവിടെയുള്ള ആളുകൾക്ക് ഉപകരിക്കും. തീർച്ചയായിട്ടും എന്റെ വലിയൊരു ആഗ്രഹമാണ് ഇത് ഒരുപാട് ആൾക്ക് എത്തിക്കണം. ഈ ആളുകളൊക്കെ സംതൃപ്തരാണല്ലോ നിങ്ങൾ, അതിന്റെ കാര്യം ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ അത് യൂട്യൂബിൽ നമ്മുടെ ടെസ്റ്റിമോണീസ് ആളുകൾ പറയുന്നുണ്ട്. ഞാൻ കണ്ടു 1-2 ആളുകളുടെ അസുഖം. ഞാൻ ആലോചിച്ചത് എങ്ങനെ അസുഖം മാറുന്ന പരിപാടി വല്ല മരുന്നുമായിട്ടാണ് പുള്ളി വന്നതെന്ന് ഞാൻ നമ്മുടെ അസീസിനോട് ചോദിച്ചു.
തീർച്ചയായിട്ടും ആളുകൾ അങ്ങനെ ചിന്തിക്കുക. നമ്മൾ പരമ്പരാഗതമായിട്ട് അലോപ്പതി മെഡിസിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഈ മെഡിസിൻ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചാലേ അസുഖം മാറുള്ളൂ എന്നുള്ളത്. യഥാർത്ഥത്തിൽ മെഡിസിനൽ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ 20-ൽ താഴെ മാത്രമേ ലോകത്തുള്ളൂ. പക്ഷെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്ന സമാന്തര മെഡിസിൻ മരുന്നില്ലാത്ത ചികിത്സാ രീതി 2000-ലധികം ഉണ്ടെന്നതാണ്. ഈ ഹോമിയോ മരുന്നൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ഗുളിക പല രോഗത്തിനും ഒരു മരുന്ന് മതി. പക്ഷെ ഒരു 10-15 ഗുളിക തന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് അവരെ മനസ്സമാധാനത്തിന് വേണ്ടി തരണം. അത് പ്ലെയിൻ ഗുളികയാണ് അല്ലേ? അത് മറ്റൊരിതാണ്. അതില് ആ ഏരിയ മറ്റൊരു പഠന മേഖലയാണ്. പക്ഷെ നമ്മളെന്ന് പറയുമ്പോ കുറച്ച് മെഡിസിൻ ഒന്നും ഇല്ലാതെ അല്ല, ഈ മരുന്ന് പല മരുന്നുകളും അങ്ങനെയാണ്. ഇപ്പൊ ഗവൺമെന്റ് ആശുപത്രി പോയാൽ ആകെ 2 ഗുളിക കിട്ടിയാൽ നമുക്ക് തൃപ്തി ഉണ്ടാവില്ല. ഇയാള് രോഗം മനസ്സിലായിട്ടില്ല, 4 ടെസ്റ്റൊക്കെ ചെയ്യണം എങ്കിലും നമുക്കൊരു പുള്ളി നല്ല ഡോക്ടറാണ്. തീർച്ചയായിട്ടും ഇതിന്റെ മെഡിക്കൽ ഒരു ടേം ഉണ്ട്, പ്ലാസിബോ ഇഫക്റ്റ് എന്നാ പറയാ. കൺവിൻസിങ് പിൽസ്. രോഗിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു 3-4 മെഡിസിൻ കൊടുത്താലേ ആ രോഗം ആ ഡോക്ടറെ കുറിച്ചുള്ള ആ വിശ്വാസം ഉണ്ടാവുള്ളൂ. ആ വിശ്വാസം ചുരുങ്ങിയത് ഒരു സ്കാനിങ് എങ്കിലും ചെയ്യണം. അതെ, അല്ല ഞാൻ ഡോക്ടർ അയാൾക്ക് അറിയില്ലട്ടോ എന്ന് പറയും. നമ്മുടെ ഒരു പരമ്പരാഗത വിശ്വാസപ്രകാരം മെഡിസിൻ കഴിച്ചാലേ രോഗം മാറുള്ളൂ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ മെഡിക്കലിൽ തന്നെ പറയുന്നുണ്ട്, അവർ ബോഡി ഹാസ് ഇറ്റ്സ് ഓൺ ഹീലിംഗ് സിസ്റ്റം. ബോഡി ക്യാൻ ഹീൽ. ശരീരത്തിന് സ്വയം അസുഖം മാറ്റാനുള്ള ശേഷി. നമുക്ക് ചെറുപ്പത്തിലൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുള്ളൂ. ചെറിയ മുറിവ് പറ്റിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ വെയിറ്റ് ചെയ്യും, അല്ലെങ്കിൽ പനി വന്നു കഴിഞ്ഞാൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും, അത് മാറിക്കോളും. അങ്ങനെ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ ഈ അടുത്ത കാലത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ചെറുതായി വരുമ്പോഴേക്കും പേടിച്ചിട്ട് ട്രീറ്റ്മെന്റിലേക്ക് പോകുന്ന സിറ്റുവേഷൻ വന്നപ്പോഴാണ് ഇതൊക്കെ പോയത് എന്നുള്ളതാണ്. ഇപ്പൊ ചില മുറിവുകളൊക്കെ നമ്മൾ തന്നെ അപ്പൊ ഞാനൊക്കെ ശരിക്കും അതൊരു പോളിസി. ഇപ്പൊ ജീവിതത്തിൽ നമ്മളൊക്കെ പല സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ സ്റ്റാഫ് എന്തെങ്കിലും ഒരു കുരുത്തക്കേട് ഒപ്പിച്ചു തരുക. ഈ കുരുത്തക്കേട് ഒപ്പിച്ചാൽ ഞാൻ സത്യത്തിൽ ഒരാഴ്ച സ്റ്റാഫിനെ കാണാൻ നടക്കും. കാരണം കണ്ടു കഴിയുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം കണ്ടുമ്പോൾ നമ്മൾ എന്താ പൊട്ടിത്തെറിക്കാന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അയാളുടെ ഭാഗത്താണ് ശരി, അല്ലെങ്കിൽ അവിടെ ഇന്ന കാരണമാണ്. അപ്പോൾ നമ്മൾ ഉടനെ പോകാതെ ഒന്ന് മാറി നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ നമ്മൾ മുറി ഉണങ്ങുമ്പോൾ തന്നെ തൽക്കാലം ഉണങ്ങും. അതുപോലെ എനിക്ക് പല അനുഭവങ്ങൾ നമ്മളിതിങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ ചെറുപ്പക്കാരികൾ, പെൺകുട്ടികൾ, പ്രത്യേകിച്ചും ഭർത്താക്കന്മാരൊക്കെ ഗൾഫിലുള്ള സ്ത്രീകൾ പ്രസവത്തോടനുബന്ധിച്ച് പ്രസവം കഴിഞ്ഞാൽ ഒരു മാനസിക വിഭ്രാന്തി കാണിക്കാറുണ്ട്. അതിന് നമ്മൾ കൊണ്ടുപോയിട്ട് കുറേ ഗുളിക അതൊക്കെ കൊടുത്തിട്ട് അല്ലെങ്കിൽ മന്ത്രം അത് കൊടുത്ത് അല്ലെങ്കിൽ അവരെ കലാകാലം അവർ ഭ്രാന്തുള്ളവരായിട്ട് ചിത്രീകരിക്കും. ഇതിന് നിങ്ങളത് ട്രീറ്റ്മെന്റ് വരുന്നുണ്ടല്ലേ? വലിയ ശതമാനം വരുന്നുണ്ട്. ഇതില് സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. അത് സ്വാഭാവികമുള്ള ബയോകെമിക്കൽ ചേഞ്ചസ് ആണ് ബോഡിയിൽ. അപ്പൊ അതിനെ ആക്സെപ്റ്റ് ചെയ്യാതെ ഇതെന്തോ വലിയ രോഗമാണ് തെറ്റിദ്ധരിക്കുക ചെയ്യുന്നത്. ശരിക്കും അതിന്റെ ആവശ്യമില്ല, അത് വളരെ സിമ്പിളായിട്ട് എടുക്കാവുന്നുള്ളൂ. അപ്പം ഈ സ്ട്രെസ്സും ടെൻഷനൊക്കെ കയറിയതിനെ നമുക്ക് ക്ലിയർ ചെയ്താൽ പൂർണ്ണമായിട്ട് അത് മാറ്റാൻ പറ്റുന്നതാണ്. ഇപ്പൊ ആത്മഹത്യ രോഗമാണല്ലോ സത്യം അല്ലേ? ആത്മഹത്യ ടെൻഡൻസി ഇന്ന് ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ട്. അതിന്റെ പ്രധാന കാരണം ഈ ഷെയിം, അതായത് ഗിൽറ്റ് എന്നൊക്കെ പറയുന്ന അവസ്ഥ. നാണക്കേട്, എനിക്കിനി ജീവിക്കാൻ വഴിയ, ജീവിതത്തിന്റെ ഒരു അർത്ഥമില്ല എന്നുള്ള ഒരു ശൂന്യതയിലേക്ക് പോകുന്നു. അപ്പൊ അതിനെ ശരിക്ക് അതിന് കാരണമായുള്ള ഈ ജീവിത ദുരനുഭവങ്ങളെ അത് ക്ലിയർ ആക്കിയാൽ ആള് തിരിച്ചു വരും എന്നുള്ളതാണ്. ഞങ്ങൾ ഇവിടെ നമ്മുടെ ഹോപ്പ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ട്. അപ്പൊ അതിന്റെ ഭാരവാഹികളായിട്ട് ഒരു ഹാജറ, പിന്നെ ഒരുപാട് അവാർഡൊക്കെ കിട്ടിയാണ് ഒരു സന്ധ്യ. ഞങ്ങൾക്ക് അവിടെ ഇരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു ആത്മഹത്യ രോഗമാണോ വെച്ചപ്പോൾ അവർ അങ്ങോട്ട് സമ്മതിച്ചു. ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ ഇരുന്നിട്ട് റോഡ് ക്രോസ് ചെയ്തു അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയിട്ട് താഴോട്ട് ചാടാൻ നല്ല സുഖം, ആത്മഹത്യ ചെയ്യാൻ നല്ല സുഖമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ ഒരു ബസ്സോ ഒരു കാറോ സ്പീഡിൽ വന്നാൽ ഞാൻ അതിന് മുന്നിൽ തല വെച്ച് കൊടുക്കുമോ അതോ ഓടി രക്ഷപ്പെടുമോ എന്ന് വെച്ചു. സാറിൻ്റെ അഭിപ്രായം എന്താ? അതില് ഒരിക്കലും ആ സമയത്തുള്ള ആ ഒരു പെട്ടെന്നുള്ള ഇമോഷണൽ ഇന്റൻസിറ്റിയാണ് കാരണം. കുറച്ച് സമയം കഴിഞ്ഞാൽ മൈൻഡ് മാറാനാണ് സാധ്യത എന്ന് പറയാം. എന്റെ നാട്ടിലൊരു സ്ത്രീ ഉണ്ട്, ഞങ്ങളൊക്കെ കളിയാക്കും, അവർ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി മക്കളോടൊക്കെ തെറ്റിയിട്ട് കുളത്ത് പോയി ചാടാം, നല്ല വെള്ളമുണ്ട്. അപ്പൊ വലിയൊരു നീർക്കോലി പാമ്പുണ്ടല്ലോ, ഇതിനെ കണ്ടപ്പോ ഇങ്ങോട്ടെ പോകുന്നു. ഞങ്ങൾ ഇപ്പോഴും അതിനൊക്കെ മരിക്കുന്നവരെ നീർക്കോലി. അതുപോലെ വേറെ തമാശ, ട്രെയിൻ റെയിൽ പാളത്തില് കിടക്കുന്ന സമയത്ത് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ കയ്യില് ബ്രെഡും ഉണ്ട്, ഒരു കുപ്പി വെള്ളവും ഉണ്ട്. അപ്പൊ എന്താ ചോദിച്ചു ഇങ്ങനെ അത് കഴിഞ്ഞ ട്രെയിൻ ലേറ്റ് ആയാലോ എന്ന് വിചാരിച്ചിട്ട് ആളുകളുടെ ഉള്ളിൽ ഈ പ്രതീക്ഷ ഉണ്ട് ശരിക്കും. പക്ഷെ ഉള്ളിൽ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റാതെ, കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതാണ് ഒരുപാട് ആൾക്കാർക്ക്. പിന്നെ ഇതിന്റെ വിഷയം എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ തമാശയായിട്ട് പറയും, കേരള ലോട്ടറി ഒരുപാട് ആളുകളുടെ
പിന്നെ ആത്മഹത്യ നീട്ടി വെക്കുന്നുണ്ട്. ഇപ്പം സാമ്പത്തിക പ്രയാസമൊക്കെ ഉണ്ട്, ലോട്ടറി എടുത്തിട്ട് നിനക്ക് ഇപ്പം എനിക്ക് കിട്ടും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗുകാർ അങ്ങനെയാണല്ലോ, ഈ മുന്തിരിക്കോലൊക്കെ ഇങ്ങനെ വരച്ചിട്ട് അതിങ്ങനെ ഇപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കും. ആ പ്രതീക്ഷയിൽ കുറേ ആൾ ജീവിക്കുക, അതെന്തായാലും കിട്ടും. അത് വലിയൊരു സംഭവമാണ്. അദ്ദേഹത്തെ ആത്മഹത്യ ചെയ്യുന്നതിന് ഒരു വാക്ക് മതിയാവും ചിലപ്പോൾ, അല്ലെ? തീർച്ചയായിട്ടും ഒരു വാക്ക് മതി, ഒരു ആശ്വാസ വാക്കുണ്ട് ചിലപ്പോൾ. ജീവിതത്തില് പ്രതീക്ഷ കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ്. അത് പല രീതിയിലും, ഇപ്പം നിങ്ങൾ പറഞ്ഞ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണെങ്കിലും ലോട്ടറി ആണെങ്കിലും ഇതൊക്കെ ഓരോ കാരണങ്ങൾ മാത്രം. പക്ഷെ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ആവുന്നില്ല, കാരണം ഇത് വെയിറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഇവർക്ക് ഇവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു തിരിച്ചറിവുണ്ടായിട്ട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഉണ്ടാക്കി കൊടുത്ത് ലൈഫിൽ ഗോളൊക്കെ ലക്ഷ്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മാറി വരും എന്നുള്ളതാണ്. അല്ല, ഇതിൽ ഞാനൊരു അനുഭവം കൂടി പറയാം, നീണ്ടുപോകണമെന്ന് അറിയില്ല. ഒരു ദിവസം ഞാൻ ഇങ്ങനെ എറണാകുളത്ത് നിന്ന് വരാം, അങ്ങനെ രാമനാട്ടിലെ ബസ് ഇറങ്ങി, രാത്രി ഒരു 1 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കാറ് കൊണ്ടോട്ടിയില്ല വെച്ച് പോയത് അന്ന് പോകുമ്പോൾ. അപ്പോൾ രാമനാട്ടിലെ വണ്ടി വെക്കാൻ പറ്റുന്ന സൗകര്യമില്ല. അപ്പോൾ രാമനാട്ടിൽ നിന്ന് എനിക്ക് കൊണ്ടോട്ടി വരെ പോകണം. അപ്പോൾ ഞാനവിടെ ലാസ്റ്റ് ഒരു ടൗൺ TT ബസ് വരുന്നുണ്ട്, അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു പ്രായം ചെന്ന മനുഷ്യൻ അപ്പുറത്തൊക്കെ ഉണ്ട്. കുറേ നിന്നപ്പോൾ ബസ് കാണില്ല. അപ്പോൾ അയാൾ എന്നോട് ചുമ്മാ എങ്ങോട്ടാന്ന് ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ ഇന്ന സ്ഥലത്താണ്, കൊണ്ടോട്ടിക്കാണ്. എന്നാൽ ഞാനും വരാം, പുളിക്കൽ വരെ ഞാൻ ഓട്ടോറിക്ഷയ്ക്ക് പൈസ കൊടുത്തുള്ള. ഇയാൾ ഒരു പാവപ്പെട്ട മനുഷ്യനാണ് കണ്ടപ്പോൾ. അങ്ങനെ അത് വേണ്ട, ഞാൻ എന്തായാലും ഓട്ടോറിക്ഷ വിളിച്ചു, നിങ്ങളായി കയറി നിങ്ങൾ പുളിക്കൽ ഇറങ്ങിയാൽ മതി തന്നെ. പിന്നോട് അത് വേണ്ട, ഞാൻ കൊടുക്കും, നിങ്ങൾ അങ്ങോട്ട് പോയിന്ന് വെച്ചാൽ. പിന്നോട് ഞാൻ മീൻ പിടിക്കാൻ പോയതാണ്. അപ്പോൾ നോക്കുമ്പോൾ മീൻ ഇത് കിട്ടിയിട്ടില്ല, അപ്പോൾ നഷ്ടം വരില്ല. അപ്പം എന്നോട് ഞാൻ നഷ്ടത്തിനല്ല മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇയാൾ വലിയ പൈസക്കാരനാണ്, പുളിക്കൽ ഭാഗത്ത് ആന്തീർക്കുന്ന പറഞ്ഞ ഭാഗത്ത് വലിയ കാശുകാരനാണ്. അപ്പോൾ അയാളോട് മോനെ, ഞാൻ ഇങ്ങനെ ചൂണ്ടിടാൻ പോയി കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും, നല്ല പോയിന്റ് ഒക്കെ ഇങ്ങനെ ഇരുന്നിട്ട് ഇപ്പൊ കൊത്തും എന്ന് പ്രതീക്ഷിച്ച് ഇങ്ങനെ നിൽക്കുക, അത് വലിയൊരു സുഖമാണ്. ഇയാൾ എന്നോട് പറയാം, ആ ഒരു സുഖത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കാശ് മുടക്കി പോകുന്നത്. അധിക ദിവസം ഞാൻ വണ്ടി വിളിച്ചാൽ പോലും ചിലപ്പോൾ മീനൊന്നും കിട്ടൂല, കിട്ടിയാൽ തന്നെ ഞാൻ അയൽക്കാർക്ക് കൊടുക്കും. ഞാനെനിക്കത് വല്ലാത്തൊരു ഇതായി മനസ്സിൽ തട്ടിപ്പോയി. നമുക്ക് സത്യമാണല്ലോ, ഇങ്ങനെ ഇപ്പൊ കൊത്തും ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം. തീർച്ചയായിട്ടും അല്ലേ? പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് മനുഷ്യന്റെ ജീവിതത്തിൽ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നത്. അപ്പൊ പ്രതീക്ഷകളെ നഷ്ടപ്പെടുത്തുന്നത് എന്താണോ അതിനെ കണ്ടെത്തുക, അതിനെ ക്ലിയർ ചെയ്ത് പ്രതീക്ഷ കൊടുക്കുക, അവർക്ക് ലൈഫിൽ ഒരു ഡയറക്ഷൻ കൊടുക്കുക. അപ്പോൾ ആളുകൾ രക്ഷപ്പെടും എന്നുള്ളത് നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് തന്നെയാണ്. ഈ കാരണങ്ങളെ കണ്ടെത്തി അവരെ ബോധ്യപ്പെടുത്തി അവർക്ക് അവബോധം കൊടുത്ത് അവരെ ഗൈഡ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന രീതിയിലാണ് നമ്മൾ കേരളത്തിൽ ഡെവലപ്പ് ചെയ്തത്. അത് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ എന്തൊക്കെയാണ് പ്രോഗ്രാമിനെ കുറിച്ച് ജസ്റ്റ് വളരെ നമ്മൾ ഇപ്പോ നാട്ടിലുള്ളത് ഒന്നും കൂടെ ഞാൻ പറഞ്ഞല്ലോ, ഇന്റർനാഷണൽ ആക്കണം എന്നുള്ള വലിയ ലക്ഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഷാർജയിലെ രജിസ്ട്രേഷൻ ഒക്കെ ഇപ്പൊ ഷാർജയിലെ രജിസ്ട്രേഷൻ പൂർത്തീകരിക്കുകയാണ്. അപ്പൊ ഇനി എന്ത് ചെയ്യുക, അതിന്റെ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. പ്രോഗ്രാമുകൾക്ക് പരിചയപ്പെടുത്തി ഈ വരുന്ന 13, 14, 15 സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. ആളുകൾക്ക് ഇതിനൊന്ന് അവയർനെസ് കിട്ടാൻ വേണ്ടി. പ്രവാസികൾ അനുഭവിക്കുന്ന ഈ സ്ട്രെസ്, ടെൻഷൻ, കുടുംബത്തിന് മാറി നിൽക്കൊണ്ടുന്ന ഈ വേദന, അല്ല ഓൺലൈൻ രാത്രി UAE ടൈം 8 മുതൽ 9 മണി വരെ ഓൺലൈനായിട്ട് തുടർച്ചയായിട്ട് സ്ട്രെസ് ഓഫ് ലൈഫ് ഓൺ എന്ന പേരിൽ നമ്മൾ 3 ദിവസം ആളുകൾക്ക് ഇതിനെ കുറിച്ച് അവബോധം, സൗജന്യം, വളരെ ഫ്രീ ആയിട്ട്. കാരണം ആളുകൾക്ക് ഇത് അറിയണമല്ലോ എന്താണെന്ന്. അപ്പൊ ഇതിൽ പങ്കെടുക്കുമ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ മൈൻഡ് ബോഡി കണക്ഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നു, അപ്പോ ഇതിങ്ങനെയൊക്കെ വർക്ക് ചെയ്യൂലേ എന്നൊരു പ്രതീക്ഷ, നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ പ്രതീക്ഷ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് ഈ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ തെറാപ്പി ഇതെന്താണ്, അല്ലെങ്കിൽ ഇത് എങ്ങനെ മാറ്റാൻ ഒരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആളുകൾക്ക് ഇത് കൂടുതൽ റിസൾട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ 13, 14, 15 തീയതികളിൽ എന്ത് ചെയ്യാം, ആർക്കും പങ്കെടുക്കാം, ഫ്രീ ആയിട്ട് സൂമില് ഓൺലൈനിൽ പങ്കെടുക്കാം. ഒരുപാട് പ്രവാസി എന്ന് പറഞ്ഞാൽ തന്നെ പ്രയാസമാണ് ഒരുത്തന്നെ പ്രവാസിയാക്കിയത്. ആകെ ഇവിടെ ഉള്ളത് പിരിവിന് വരുന്ന കുറെ സംഘടനകളും ആളുകളൊക്കെയാണ്. അപ്പോൾ ഇവരെ ആശ്വസിപ്പിക്കാൻ പലരും ഒരുപാട് പ്രശ്നങ്ങളുമായിട്ടാണ് നടക്കുന്നത്. പുറത്തൊന്നും കാണിക്കില്ല എന്നുള്ളൂ, അല്ലെങ്കിൽ അതിന് കാണിച്ചിട്ട് വലിയ കാര്യമില്ല എന്ന് കരുതിയിട്ട് നിന്ന് ഈ പറഞ്ഞ പോലെ അവസാനം ഒരുപാട് രോഗത്തിന് അടിമകളായി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ നമ്മളൊക്കെ ഏകദേശം പല രോഗങ്ങളുണ്ട്. അപ്പോൾ ഞാനൊക്കെ പറയും, രോഗികളെ കാണാൻ വരുന്നവനാണ് വലിയ കുഴപ്പക്കാർ. വന്നിട്ട് ഇവരിങ്ങനെ വന്നിട്ട് എന്താ പ്രവർത്തനം, ഈ സഹതാപമാണ് ആവശ്യമില്ല, സ്വീകരിക്കാൻ പാടില്ല. അപ്പൊ ഒരു ദിവസം എനിക്ക് ഈ ലിവറിന്റെ ഈ വിഷയം വന്നിട്ട് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട ആൾ വന്നിട്ട്, നാസർ ഇത് വലിയ പേരെടുത്ത രോഗമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ അത് വേണ്ടേ, കാരണം മക്കൾക്കൊക്കെ നാളെ ഇപ്പം എങ്ങനെ മരിച്ചതെന്ന് വെച്ചാൽ വയറ്റു നോക്കും ഛർദി എന്നൊക്കെ പറഞ്ഞാൽ ഓൾക്കൊരു മോശമല്ലേ. ഇത് ലിവർ സിറോസിസ് എന്നൊക്കെ പറയാൻ ഇപ്പൊ സൈക്കിൾ കുത്തി മരിച്ച ഒരാളുണ്ട് കൊണ്ടോട്ടിയിൽ, നിങ്ങൾക്ക് അറിയുമായിരിക്കും. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ വലിയ ലെവലിലെത്തി ഇപ്പോഴും പറയാൻ സൈക്കിൾ കുത്തിയാളാ. അപ്പൊ വണ്ടിയൊക്കെ തട്ടി മരിക്കുകയാണെങ്കിൽ ഒരു ബെൻസൊക്കെ ഇടിച്ച് മരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞു, എന്നോട് രക്ഷയില്ല, എന്നാലും ഈ ശ്രദ്ധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയി. 30 പിറ്റേന്ന് വൈകുന്നേരം മരിച്ചു, അറ്റാക്ക് വന്നിട്ട്. അപ്പോൾ ഈ രോഗികളെ കാണാൻ ഈ ആപ്പിളും മുന്തിരിയൊക്കെ ആയിട്ട് വരുന്നത് വെച്ചാൽ നമ്മളെ സാധാവം കാണാനാണ്. എന്നിട്ട് നമ്മളെങ്ങനെ ടെൻഷൻ അടിപ്പിക്കാൻ പറ്റും, എന്നിട്ട് പെണ്ണുങ്ങൾ
എടുത്തു വിട്ടു, അവിടെ ഒരു മന്ത്രം, അതെ. ഇവിടെ ഒരു മന്ത്രം, അല്ലെ? ആളുകളുടെ നമ്മളെ രോഗിയാക്കാൻ അതുകൊണ്ട് ഉപകരിക്കും. ഇതിനെ നമ്മള് മോബ് സൈക്കോളജി എന്നാണ് പറയാ, പൊതുജന സൈക്കോളജി. ആളുകളുടെ ഈ ഇത്തരം പ്രശ്നങ്ങളെ ഊതിയുറപ്പിച്ച് അതിങ്ങനെ പെരുപ്പിച്ച് അത് ചർച്ച ചെയ്ത് അതിനെ കുറിച്ച് തന്നെ പറഞ്ഞ് പരത്തി അതിനെ കൂടുതൽ വഷളാക്കാണ് ചെയ്യുന്നത്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന നേരെ ഓപ്പോസിറ്റാണ്. ഇങ്ങനത്തെ വിഷയങ്ങൾ സംസാരിക്കരുത്, ചർച്ച ചെയ്യരുത്, രോഗികളെ രോഗിയായി കാണരുത്. കാരണം അങ്ങനെ അയാൾ ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കത് പുറത്തു തരാൻ പറ്റൂല. നേരെ മറിച്ച് അവർ സാധാരണ ഒരാളെ പോലെ കണ്ട് സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന അതിന് എന്നാൽ കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുത്ത് ഉയർത്തി കൊണ്ടുവരാൻ നമുക്ക് പറ്റുന്നുള്ളതാണ്. അപ്പൊ കമ്മ്യൂണിറ്റി മോഡൽ നമ്മൾ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഫാമിലി മോഡാണ് നമ്മൾ. അതായത് സ്ഥിരമായിട്ട് മീറ്റ് ചെയ്യുകയും ഇടയ്ക്ക് ഓൺലൈനായിട്ട് സ്ഥിരമായിട്ട് മീറ്റ് ചെയ്യാറുണ്ട്, ഓഫ്ലൈനായിട്ട് പല സ്ഥലങ്ങളും ഗ്യാദർ ചെയ്ത് ഈ അനുഭവങ്ങൾ ഷെയർ ചെയ്ത് ഓരോരുത്തർക്കും ഉണ്ടായ മാറ്റങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു എനർജി കിട്ടുന്നതാണ്. പോസിറ്റീവ് എനർജി കൊടുക്കുക. നമുക്ക് കൊടുക്കേണ്ടതുള്ളൂ. ഈ പോസിറ്റീവ് ചിന്തകളിലൂടെയാണ് ഈ പോസിറ്റീവ് ഇമോഷൻ ഫീലിങ്സ് ഉണ്ടാകുന്നത്. ഈ ഫീലിങ്സ് ആണ് നമ്മുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ഈ പോസിറ്റീവ് എനർജി ഉണ്ടായ ഒരാളുടെ രോഗങ്ങൾ മാറി തുടങ്ങും എന്നുള്ളതാണ്. അതിലേക്കാണ് നമുക്ക് ഏത് ടെൻഷൻ ഇല്ലാത്ത ആൾക്കും അത്യാവശ്യം ടെൻഷൻ വേണമെങ്കിൽ രാവിലെ പത്രം വായിച്ചാൽ മതി. ഒരുപാട് പീഡനങ്ങള്, പിന്നെ അവിടെ കൊലപാതകം, ഇവിടെ ഇന്നിപ്പോ അതില്ലാത്ത പത്രം TV കണ്ടാൽ മതി. ഇന്ന് അത്യാവശ്യം ടെൻഷൻ ഉണ്ടായി. ക്ലാസ്സിൽ വിഷയം പറയാറുണ്ട്, ഈ പത്രങ്ങൾ വായിക്കുന്നതും ഈ ചാനലുകൾ ഇത്തരം കാര്യങ്ങൾ വരുന്നതും പരമാവധി ശ്രദ്ധിക്കരുതെന്നും, നമ്മൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് ഇതൊക്കെ ക്യാച്ച് ചെയ്യും. ഇത് ശരിയോ തെറ്റോ അറിയില്ല, ഉള്ളിൽ ഇത് കയറി അവസാനം നമ്മൾ അതാണ് വിശ്വസിക്കും. ഇപ്പോ ഭാര്യ രാവിലെ കഷ്ടപ്പെട്ട് ഉണർന്ന് ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മളെടുത്ത് വരുമ്പോഴായിരിക്കും പത്രത്തിൽ കാണുക, പിന്നെ ഭർത്താവിനെ ഉപേക്ഷിച്ച് 2 കുട്ടികളെ ഉപേക്ഷിച്ച് ഭാര്യ മറ്റവന്റെ കൂടെ ചാടിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മളിങ്ങനെ നോക്കും, ഇതെന്നാ പോവാ എന്നരുതിട്ട്, അല്ലെ? അപ്പൊ ഈ നെഗറ്റീവ് നമ്മളെ എപ്പോഴും അതാണല്ലോ. ഇപ്പോ സോഷ്യൽ മീഡിയ വന്നപ്പോ അത് പത്രങ്ങളിൽ നിന്ന് മാറിയിട്ട് വാട്സപ്പിലും അതുപോലെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമാണ് ഇപ്പൊ അതിൽ കൂടുതൽ ട്രെൻഡ് ആയിക്കുന്നത്. കാരണം ഇത് കണ്ടിട്ട് ആളുകള് ആദ്യം കുറച്ച് വളരെ സീരിയസ് ആയിട്ട് റിലേഷൻഷിപ്പ് എന്ന ആളുകളൊക്കെ അത് ലാഘവത്തോടെ കാണാൻ തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. മറ്റേ ജ്യൂസ് കലക്കി കൊടുത്തപ്പോ പലരും ഭാര്യമാരിങ്ങനെ ജ്യൂസ് കൊണ്ടുവരുമ്പോ ഇങ്ങനെ നോക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ നാട്ടിലെ ഗെറ്റ് ടുഗദർ ഒക്കെ വന്നല്ലോ. പഴയ കാലത്ത് സ്കൂളിൽ പഠിച്ച നമ്മൾ ഹൈസ്കൂള്, പ്രീ ഡിഗ്രി ഒക്കെ പ്ലസ് 2 ഒക്കെ പഠിച്ച കുട്ടികൾ പിന്നീട് കൂടുമ്പോൾ പഴയ പ്രണയബന്ധങ്ങളുണ്ടായിട്ട് ചാടിപ്പോകുന്ന കേസുള്ളവരെ വരുന്നത്. ഇതൊക്കെ വരാനുള്ള കാരണം വെച്ചാല് ഇവർക്ക് ഈ സെൽഫ് അവയർനെസ് ഇല്ല, ഈ സ്വയം അവബോധം ഇല്ലാത്തത് കൊണ്ട് ജീവിതത്തെ കുറിച്ച് വെറും ഒരു റൊമാൻറ്റിക്കൽ പെർസ്പെക്റ്റീവ് ആണ്, റിയാലിറ്റിയെ ഫേസ് ചെയ്യാൻ അറിയില്ല. ചിലപ്പോൾ അവരനുഭവിക്കുന്ന ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെയാണത്. ഈ പല ചാടിപ്പോക്കും പ്രശ്നങ്ങളും ആത്മഹത്യയൊക്കെ വരുന്നത് ഈ സമയത്ത് അവരെ ആശ്വസിപ്പിക്കാനും പരിഗണിക്കാനും തയ്യാറാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ പറയാതിരിക്കാൻ വയ്യ, ഈ രോഗികളെ പേടിപ്പിക്കുന്നതിൽ വലിയൊരു പങ്ക് ഡോക്ടർമാർക്കുണ്ട്. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം ഷുഗർ ഉണ്ട്, ഞാൻ നന്നായിട്ട് മധുരം കഴിക്കും. അങ്ങനെ നാളെ ഒരു ഡോക്ടർ കാണിച്ചു, ഡോക്ടർ നാസർക്ക് നിങ്ങൾക്ക് ഞാൻ മരുന്ന് തരൂല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതെന്താ? അല്ല നിങ്ങളെ ഞാൻ പറഞ്ഞേക്കൂല. ഞാൻ പറഞ്ഞു ശരിയാണ്, അള്ളാഹുവിനോട് പണ്ട് ആ പഴം പറിക്കരുത്, അതെന്നെ പറിച്ചുകൊണ്ടാണ് നമ്മൾ ഭൂമിയിലെത്തി. ഒരു ആപ്പിള് കഴിച്ചാൽ അന്ന് പിന്നെ എന്താണ് ഡോക്ടറെ കാണിക്കണ്ടെന്നല്ലേ പറയാ. ഒരു ആപ്പിൾ അള്ളാഹുവി കഴിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ എത്തണോ. സാറും ഞാനൊക്കെ ഇപ്പോൾ ഈ ചാനലിലൊക്കെ വന്നല്ലേ, അത് കഴിച്ചിട്ടില്ലേ നമ്മുടെ എത്തൂല. അങ്ങനെ ഡോക്ടർ നിങ്ങളോട് മറുപടി ഇല്ല എന്ന് പറഞ്ഞിട്ട് അവസാനം മരുന്ന് തന്നു. ഞാൻ നന്നായിട്ട് മധുരം കഴിക്കും. ഈ മധുരം കഴിച്ച ദിവസം മധുരം കഴിക്കാത്ത ദിവസം ഞാൻ രാവിലെ ഷുഗർ ടെസ്റ്റ് ചെയ്തു. എനിക്ക് വലിയ മാറ്റം ഒന്നും. ആക്ച്വലി ആളുകൾക്ക് അറിയാത്ത സംഭവമാണ് ഈ ഷുഗറും ഈ അസുഖവും തമ്മിലൊരു ബന്ധമില്ല. നമ്മൾ പറയുന്ന ഇതില്, അതായത് ഈ ഷുഗർ ഒരിക്കലും ഇങ്ങനെ ഒരു ഡയബറ്റീസ് ഉണ്ടാക്കുന്നില്ല, മധുരം പഞ്ചസാര ഒരിക്കലും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. ഓൾറെഡി ഇങ്ങനത്തെ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉള്ള ഇതന്നെ പേടിച്ച് ഈ ഒരു ചിന്തയിലും ഈ ഒരു വിശ്വാസത്തിലും പോകുന്ന ആളുകൾക്കാണ് പ്രശ്നം. ചില ഷുഗറുകൾ കണ്ട അങ്ങനെ സങ്കടം മെല്ലിഞ്ഞ് ഒന്നും തിന്നൂല. ഇപ്പൊ ഞാൻ ഇതിന്റെ കൂടെ പറയേണ്ടതാണ്, ഇപ്പൊ ഈ നമ്മുടെ നാട്ടിൽ പ്രായം ചെന്ന് കുറെ ആളുകൾക്ക് വരുന്ന ഇതാണ് ഷെന്നി എന്നാണ് പറയാൻ, എന്താ പറയാ അല്ലേ? അതെ അതെ പാർക്കിൻസൺസ്. ഇത് വരുന്ന വെച്ചാൽ അത് സോഡിയം പൊട്ടാസ്യം ശരീരത്തിൽ കുറയും. ഇത് കുറയാനുള്ള ഒരു കാരണം വെച്ചാൽ നമ്മൾ പ്രായമാകുന്നതോടുകൂടി പാൽ കുടിക്കാൻ സമ്മതിക്കും ഒരു വയസ്സായ ആളുകളെ. പിന്നെ ഉപ്പ് തീരെ ഇപ്പോൾ 5 ഗ്രാം അങ്ങാണ്ട് ഒരു ഉപ്പ് ദിവസം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇത് വന്നിട്ട് സോഡിയം പൊട്ടാസ്യം കുറഞ്ഞ് വരുന്ന ആ രോഗികളെ കൊണ്ടുപോയിട്ട് വന്നിട്ട് ഇത് ഡ്രിപ്പൊക്കെ ഇട്ടതിന് ശേഷം ഡോക്ടർ പറയും നല്ല ഉപ്പിട്ട് കഞ്ഞി കൊടുക്കണം എന്ന്, അല്ലേ? അപ്പൊ ഇതൊന്നും കഴിച്ചാൽ പോരെന്നാ, വെറുതെ ഈ ട്രിപ്പിന്റെ വല്ല ആവശ്യമുണ്ടോ? നമ്മൾ ആവശ്യമില്ലാത്ത ചില കടിഞ്ഞാണുകൾ, ചില ഈ കുറെ തെറ്റിദ്ധാരണകളുണ്ട്. അത് തിരുത്താൻ തീർച്ചയായിട്ടും താങ്കളെ പോലെയുള്ള ആളുകൾ രംഗത്ത് വരണം. താങ്കളുടെ ഈ പഠനത്തെ കുറിച്ച് എന്തായാലും ഞാനിനി ആധികാരികമായിട്ട് പറയണമെങ്കിൽ ഞാനൊന്ന് പഠിച്ചു പോട്ടെ. 12 ദിവസമല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ എനിക്കൊരു സ്വഭാവമുണ്ട്, എനിക്ക് ശരിയാണ് തോന്നുന്ന അനുഭവത്തിലുണ്ടെങ്കിൽ ഞാൻ 100 ആളോട് പറയും. മോശമാണെങ്കിൽ ഞാൻ 1000 ആളോട് പറയും. അത് ചിലപ്പോൾ നമ്മൾ ഈ ക്യാമറയുടെ മൈക്കിന് മുമ്പിൽ വെച്ചിട്ട് തന്നെ പറയും, ഇങ്ങനെ റഫീഖ് ചെറുശ്ശേരി വന്നിരുന്നു,
ഒരു ചുക്ക് നടന്നില്ല എന്നല്ല ഞാൻ പരസ്യമായിട്ട് പറയും. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നമ്മൾ നേരിട്ട് തന്നെ പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഈ വരുന്ന മെയ് 18 നമ്മുടെ ദേരയില്, ദുബായിലെ ദേരയില് ഒരു ദിവസം ഫുൾ ഡേ ക്രൗൺ പ്ലാസ എന്ന് പറഞ്ഞ ഹോട്ടലിൽ ഒരു ഫുൾ ഡേ EFT ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ്ങിൽ അവിടെ വെച്ച് തന്നെ ഇതിന്റെ എക്സ്പീരിയൻസ് നേരിട്ട് കിട്ടും. അപ്പൊ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പെയിനൊക്കെ ഉണ്ടെങ്കിൽ ലൈവായിട്ട് കാണാൻ പറ്റും. ആ പെയിനും പോകുന്നത് കുറയുന്നു മാറുന്നു കാണാൻ പറ്റും. നമ്മൾ കണ്ട് ഒരു കാര്യം കേട്ടിട്ടല്ലല്ലോ വിശ്വസിക്കുക, അനുഭവിക്കണം. ഞാൻ എപ്പോഴും പറയാം, എന്റെ ലൈഫിൽ 12 വർഷമായിട്ട് മാറാത്ത ഈ കേസ് ഒറ്റ ദിവസം കൊണ്ട് ഈ തെറാപ്പികൾ മാറിയപ്പോൾ എനിക്കുണ്ടായ റിസൾട്ടാണ് ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് ലൈവായിട്ട് അങ്ങോട്ട് കാണിക്കാൻ പറ്റും. അവിടെ തന്നെ റിസൾട്ട് കിട്ടി തുടങ്ങും. പിന്നെ അതോടെ നിർത്തൂല, കാരണം അതൊരു പ്രോസസ് ആണല്ലോ. കാരണം ചിലത് ഉള്ളിലെ പോലെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്ന് തികട്ടും. ഈ തികട്ടി വരുന്ന പ്രശ്നങ്ങളെ ക്ലിയർ ചെയ്യുമ്പോൾ മൈൻഡിൽ മാത്രമല്ല ഈ ഒരു ഫ്രീഡം ഉണ്ടാകുന്നത്, ശരീരവും ഫ്രീ ആയി മാറുന്നത് കാണാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത് ശരിയല്ലെങ്കിൽ ഞാൻ പറയും. ഇപ്പൊ ഞാനൊരു ദിവസം ഇതൊരു പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്, ഇത് കളിയാക്കുമെന്നല്ല കേട്ടോ. ഈ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി എടുക്കുക എങ്ങനെ കോടീശ്വരനാക്കാന്നതിനെ കുറിച്ചാണ്. അങ്ങനെ ഒരു ദിവസം പുള്ളി ഇങ്ങനെ വരുമ്പോണ്ട് KSRTC ബസ്സിൽ രാത്രി. അപ്പോൾ കൊണ്ടോട്ടി ഇറങ്ങിയിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ വണ്ടി വിളിച്ചു, വേണ്ട ബസ് വരും. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ ഇപ്പം സ്ഥിതി? അത് നാസർക്ക, ഞാനിങ്ങനെ എങ്ങനെ കോടീശ്വരനാവാന്നുള്ള ക്ലാസ് എടുത്തുകൊണ്ട് ഞാനിങ്ങനെ അരി വാങ്ങി പോകണു, ഇയാൾ കോടീശ്വരനായിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ പറയണം, നിങ്ങളുടെ അനുഭവത്തിൽ, നിങ്ങളുടെ അനുഭവമാണ് സത്യത്തിൽ ഇതിന് തുടക്കം കുറിച്ചത്. ഇത് ഇനി പലർക്കും അത് ഗുണകരമാവും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് അനുഭവിച്ചിട്ട് മോശമാണെങ്കിലും ശരിയാണെങ്കിലും നിങ്ങളിതിൽ കമൻറ്റ് ചെയ്യണം, അതിൽ വിഷയമൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്പോൺസേഡ് പ്രോഗ്രാമൊന്നുമല്ല. ശരിയല്ല എന്നുണ്ടെങ്കിൽ ശരിയല്ല എന്ന് തന്നെ പറയാം. നിങ്ങൾക്ക് നല്ല അനുഭവം ഉണ്ടെങ്കിൽ അത് നമുക്ക് പങ്കുവെക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഇനിയും കാണണം, ഇനിയും നല്ല അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരു വേദിയാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമസ്കാരം. വീണ്ടും കാണാം.